ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ ഭാഗ്യത്തിന്റെ സമന്വയിക്കുന്ന ഒരു വേദിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് സ്ക്രാച്ച് ആൻഡ് വിൻ. സോ ഇന്ന് ഭാഗ്യപരീക്ഷണത്തിനായിട്ട് കളമൊരുങ്ങുമ്പോൾ ആരായിരിക്കും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലിരിക്കുന്നത്. എനിക്കും ഏറെ സന്തോഷത്തോട് കൂടിയിട്ട് വിളിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഡിജിറ്റൽ യുഗമാണ്. കോണ്ടന്റ് ക്രിയേഷനിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ നമ്മളൊക്കെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ നമ്മൾ എപ്പോഴും ഫോണിലൂടെയും അല്ലെങ്കിൽ മിനി സ്ക്രീനിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിയാണ്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഷേണായി. അതെ, ആദർശ് ഷേണായി. ഹലോ ഗൈസ്, എൻ്റെ പേര് വർഷ വിക്രമൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം MG കോളേജിലാണ് പഠിച്ചത്. തിരുവനന്തപുരം സ്ലാങ്ങിലാണ് ഞങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഞാൻ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും, ചെറുതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. അപ്പോൾ കാശ് മുടക്കി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന സ്ഥിതിക്ക് നല്ല രീതിയിൽ തിരുവനന്തപുരത്തേക്ക് സൂര്യ കോമഡി ഞാൻ എന്തെങ്കിലും കൊണ്ടേ പോകുള്ളൂ. സ്ക്രാച്ച് ആൻഡ് വിന്നിലെ കളത്തിൽ കാണാം. എന്താണ് സുഖം? സുഖം എങ്ങനെ ഇരിക്കുന്നു? സുഖം. ക്ലാസ് വയ്ക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ക്ലാസ് പതുക്കെ മാറ്റി. അതെ. സോ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില് സിനിമ കഴിഞ്ഞ്? വളരെ അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ഷൂട്ടായിരുന്നാലും എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, യെസ്. ആൻഡ് വർഷ, എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം, കല്യാണത്തിന് മുമ്പാണെങ്കിലും കഴിഞ്ഞു എന്നുള്ളതിനും പ്രത്യേകിച്ച് ഒരു ദിവസം മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം അതിന് മുമ്പ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരുമിച്ചാണ് അല്ലെ? കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ യാത്രകളുണ്ട്, കോണ്ടന്റിൽ മാത്രമല്ല ലൈഫിലൂടെ പാർട്ണറായി അല്ലെ? എന്താ നിനക്കൊരു അതേത് നീ വിടരുത്. വർഷ പറയൂ, എങ്ങനെയുണ്ട് ആഫ്റ്റർ മാരേജ്? എനിക്ക് ആഫ്റ്റർ മാരേജ് ആണ് കൊള്ളാൻ തോന്നിയത്. കുറച്ചുകൂടെ കൊള്ളാൻ തോന്നിയത് അത് ലൈഫാണോ ദീപനാണോ? ആണോ? ഹസ്ബൻഡ് മെറ്റീരിയൽ ആണോ? അങ്ങനെയാണോ? ഞാൻ കുടുംബസ്ഥനായ ഭർത്താവാണ്. ഓക്കെ ഓക്കെ. എവിടെ കൊണ്ടാണോ നീ കുടുംബസ്ഥ? യെസ്. അപ്പൊ എന്തായാലും കുറെ അധികം വിശേഷങ്ങൾ അറിയാനുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ല, ഇതൊരു ഗെയിം ഷോ ആണ്. ഇവിടെ അറിവും ഭാഗ്യവും ഒക്കെ ഭാഗ്യമുണ്ടെന്നുള്ള ഓൾറെഡി നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ എന്തായാലും രണ്ടും കൂടി നമുക്ക് എങ്ങനെയുണ്ടെന്ന് കൂടെ നോക്കാം. അപ്പോ സ്വസ്ഥാനങ്ങളിൽ നിന്നോളൂ. യെസ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ഉത്തരം കല്യാണം എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അതല്ലാതെ കേൾക്കട്ടെ, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്തായിരിക്കും? റോഹനെ പരിചയപ്പെടാൻ പറ്റി. അടിപൊളിയിടാ. ഈസി ക്വസ്റ്റ്യൻസ് അതിന്റെ പേരിൽ തരണം ആഗ്രഹമുണ്ട്, പക്ഷെ നിർവാഹില്ല. ഇവിടെ പ്ലാൻ ചെയ്തേ നടക്കും. അല്ല, ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്നെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റി, ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പറ്റി. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന. സ്റ്റിൽ എല്ലാം നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആണ്. ഈ സുഹൃത്തിന് തന്നെ കല്യാണം കഴിക്കുമ്പോ എന്താ ഗുണം? വർഷം എടുക്കട്ടെ, എന്താണ് ഗുണം? എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 10 വർഷമായിട്ട് അറിയുമ്പോൾ കുറെ കാര്യങ്ങൾ, മെയിൻ ആയിട്ട് ഈ കുറെ നമ്മൾ ഫ്ലോസ് അറിയും. പിന്നെ അങ്ങോട്ട് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ പിന്നെ അങ്ങ് ഒരു സൈഡിൽ പിന്നെ നല്ല കാര്യങ്ങൾ സംഭവിച്ചങ്ങ് പൊക്കോളും. ഫ്ലോസ് ആദ്യമേ മനസ്സിലാക്കി സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പൊക്കോളും. എല്ലാം തനിനിറം കണ്ടുണ്ടാവും. കറക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നതാണ്. ഈ കോണ്ടന്റിലാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കുറേയും കൂടിയും കണക്ട് ചെയ്യുന്നത് റിയൽ ലൈഫ് ഇൻസിഡൻസ് സംഭവം അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ഭയങ്കര റിലേറ്റബിൾ ആണോ എന്നുള്ള രീതിക്ക്. ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ, നിങ്ങളിപ്പോ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾ തന്നെയാണോ? എങ്ങനെയാ? അതായത് അവരവരെ കണ്ടന്റ് അവരവർ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കും. അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു എലമെന്റ് കൊണ്ടുവരും, അത് നമ്മളെല്ലാരും കൂടെ ഡിസ്കസ് ചെയ്യും. നമ്മൾ 3 പേരാണ്. ഞാൻ കൊണ്ടുവരും, നമ്മൾ അതിനകത്ത് ഇങ്ങനെ പൊലിപ്പിച്ചൊക്കെ എടുക്കും, ഡെവലപ്പ് ചെയ്തെടുക്കും. യെസ്. അപ്പൊ എന്തായാലും രണ്ടുപേര് പ്രത്യേകിച്ച് അല്ലെ, കേരളത്തിൽ മൊത്തം പ്രസിദ്ധമാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ മെയിൻ പ്രധാനമായിട്ട് ആ ഒരു ശൈലിയൊക്കെ കൊണ്ടുവരുന്നതിൽ കുറെ കൂടി ഇഷ്ടമുണ്ട്. അപ്പൊ തെക്കൻ സൈഡിലാണ്. അപ്പൊ അതിന് വലിയ സന്തോഷമുണ്ട് പ്രഷർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഇനി ആ വിശേഷങ്ങൾക്കൊപ്പം തന്നെ അംഗക്കളത്തിൽ ഇറങ്ങുകയാണ് അല്ലെ? 3 റൗണ്ടാണ്. അതിൽ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പോകുന്നത് 30 സെക്കൻഡ്സിൽ വരുന്ന 2 റൗണ്ടാണ്. അതിൽ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടർ, ഡയറക്ടർ അല്ലെങ്കിൽ തീമുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. ആ 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ ഉത്തരം പറയണം. ഓക്കെ? എങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്റെ കയ്യിലിരിക്കുന്ന 15 കാർഡ്സ് ഉണ്ട്. ഇതിലാണ് നിങ്ങളുടെ ഭാഗ്യം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിവ് ഓൾറെഡി ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യത്തിന്റെ കാർഡ് കൂടെ നിങ്ങളുടെ കയ്യിലെത്തും. ഉത്തരം ശരിയായാൽ മാത്രം സ്ക്രാച്ച് ചെയ്യാം. ആ സ്ക്രാച്ച് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് നിങ്ങൾക്കാണ്. റെഡി? സോ എമൗണ്ട് കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ അത് പോവാനുള്ള സാധ്യതയും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്.
ഓൾ ഗോൺ കാർഡ് കിട്ടി കഴിഞ്ഞാൽ ഏത് റൗണ്ടിലും എപ്പോഴാണ് കിട്ടുന്നത് അതുവരെയുള്ള എമൗണ്ട് ഒക്കെ പോകും. ഇനി ഹാഫ് ഗോൺ ആണെന്നുണ്ടെങ്കിൽ അതൊരു കിട്ടിയ പകുതി എമൗണ്ട് ആയിരിക്കും പോവുക. ഇനി നിരാശപ്പെടേണ്ട, അത് ഡബിൾ അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. കിട്ടിയ എമൗണ്ട് നിങ്ങൾക്ക് ഇരട്ടിയാവും. അപ്പൊ നമുക്ക് ഏകദേശം റൂൾസ് ഒക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ട് പോകാലോ അല്ലെ? റെഡി? അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ഭാഗ്യത്തിന്റെ കാർഡ് വേണ്ടേ കയ്യില്? യെസ്. സോ ഇതിൽ നിന്ന് ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതായിരിക്കും ഉത്തരം ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും. എന്റെ ഭാഗ്യം ഭാര്യ തന്നെ ഭാര്യ ഞാൻ എടുക്കണതൊക്കെ തീർന്ന് കൈ വിറക്കണോ? കൈ വിറക്കുന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോ കാർഡ് കയ്യിലുണ്ട്. ആ കാർഡ് ഉറയ്ക്കാൻ വേണ്ടേ? ഇത് ഉറയ്ക്കാൻ പറ്റട്ടെ ശരി ഉത്തരം പറഞ്ഞിട്ട്. യെസ്. അപ്പൊ എന്തായാലും കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗ്യത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ ഇനി അറിവിലേക്കുള്ള ഒരു സമയം കൂടിയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡിയാണ്. സോ 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ പറയേണ്ട ഉത്തരം തിരുവനന്തപുരത്ത് നിന്ന് വന്നുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഭാഷ സംസാരിച്ചിട്ടുള്ള 5 മലയാള സിനിമകൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്ന് ആലോചിച്ച് വരണോ? ഓക്കെ ഓക്കെ. ഉദാഹരണം സുജാത. ഓക്കെ. മാലിക്. മാലിക് റൈറ്റ്. മൂന്നായിട്ടുണ്ട്. 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, കാപ്പ. ഒന്നുകൂടെ വേണം. മുറ റൈറ്റ് ആൻസർ. 15 സെക്കൻഡ്സിലെ കവർ ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് ആക്ച്വലി തിരുവനന്തപുരം സിനിമകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. കുറച്ചുകൂടി തിരുവനന്തപുരം ഭാഷ സംസാരിച്ചിട്ടുള്ള ഇഷ്ടമുള്ള സിനിമ പറയാൻ പറഞ്ഞതായിരിക്കും ഏറ്റവും കൂടുതൽ. ഞാൻ പറയണെങ്കിൽ അത് മാലിക്കായിരിക്കും അല്ലെ? പക്ഷെ എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിന്റെ ഒരു ഇതും കൂടി ഉണ്ട്. OTT റിലീസ് ആയിരുന്നു അല്ലെ മാലിക് ആ സമയത്ത്. പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് സംസാരിച്ചൊരു സിനിമ കൂടിയായിരുന്നു. അപ്പൊ എന്തായാലും കയ്യില് ഫസ്റ്റ് അല്ലെ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെയാണ്. കൂടുതൽ ഉറച്ചാൽ കൂടുതൽ കിട്ടില്ല. യെസ്. ആൻഡ് ഫസ്റ്റ് റൗണ്ട് അല്ലെ റൈറ്റ് ആൻസർ പറഞ്ഞു കിട്ടിയിരിക്കുന്നത് 50 റുപ്പിയാണ്. സോ 50. അതെ, നല്ല തുടക്കം. ഇനി വെച്ചിടി കയറാൻ പറ്റട്ടെ, ഇറങ്ങാതിരിക്കട്ടെ. 50 ഇറങ്ങി. എനിക്ക് തോന്നുന്നു സിനിമ എപ്പോഴും കാണുന്നതിന് ഇഷ്ടമാണോ അതിൽ കുറേ കൂടി എന്താണ് ഇപ്പം ആക്ടറായിട്ട് നിൽക്കുന്നുണ്ട്, രണ്ടുപേരും അഭിനയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. സോ കുറച്ചും കൂടി ഇഷ്ടം എന്താ? ഓൺ സ്ക്രീൻ വരാനാണോ അതോ ഫിലിം മേക്കിംഗ് കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടോ? എങ്ങനെ കുറേ കൂടി ഇഷ്ടം? ഫിലിം മേക്കിംഗ് ഈ ഓൺ സ്ക്രീൻ നിൽക്കുന്നതാണ്. ഇപ്പം ഫിലിം മേക്കിംഗ് ഫ്യൂച്ചറിൽ പറ്റുകയാണെങ്കിൽ ചെയ്യും. ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചെറിയ ചെറിയ മിനി സ്ക്രിപ്റ്റ്സ് ആണെങ്കിൽ പോലും ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയൊക്കെ എഴുതുന്ന എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം ഒക്കെ ചെറുതായിട്ട് എഴുതുന്നുണ്ട്. ഷോർട്ട് ഫിലിമിന്റെ പരിപാടി, വെബ് സീരീസ് ഒക്കെ ഇവള് പതുക്കെ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കണമെങ്കിലും ആള് പതുക്കെ ഓരോ പരിപാടികൾ ഇങ്ങനെ എഴുതി വെക്കണുണ്ട്. ഓക്കെ, അതിലൊന്നും എനിക്ക് വേഷമില്ല എന്നുള്ളത് അവിടെ ഇല്ലെങ്കിലും പരിഗണിക്കണം. ഓക്കെ, നമ്മൾ തമ്മിലുള്ള യെസ്. അപ്പൊ തിരക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിന്റെ തിരക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തെ ആദ്യം സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഒരു മുഖമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്താൻ മുഖം അല്ലെ. ഒരു പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നഷ്ടമായിട്ടുള്ള വലിയൊരു പ്രതിഭയാണ്, ലെജൻഡാണെന്ന് വിശേഷിപ്പിക്കാൻ പറ്റും, ശ്രീനിവാസൻ സാർ. സോ അതുകൊണ്ട് തന്നെ ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ശ്രീനിവാസൻ സാർ കണക്ട് ചെയ്തിട്ട് തന്നെയാണ്. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ നൽകിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വന്നിട്ടുള്ള 5 സിനിമകൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉദയനാണ് താരം. ഓക്കെ. സന്ദേശം. യെസ്. തലയണ മന്ത്രം. ഓക്കെ, തലയണ മന്ത്രം. ഞാൻ പ്രകാശ്. യെസ്. മറ്റേ പറഞ്ഞിട്ടില്ല. കഥ പറയുമ്പോൾ ഉറപ്പാണെങ്കിൽ റൈറ്റ് ആൻസർ ആണ്. സ്ക്രാച്ച് ചെയ്യാൻ കാർഡ് വേണ്ടേ? അതേ മതിയോ? ചോദിച്ചാണ്, ഞാൻ തരില്ല. പൈസ പോകുന്ന പരിപാടി ചെയ്തുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങളാണ് കാണിക്കേണ്ടത്. റൈറ്റ്? ഓക്കെ. കഴിഞ്ഞ വട്ടം അടുത്ത നീയാണ്. അതാണ് 50 രൂപ. അതെ, ഇനി തിരിച്ചു പറ. ഇനി ആദർശാണ് എന്റെ ഭാഗ്യം. അത് കേൾക്കാൻ ഡയലോഗ് അടിച്ചേ ആദ്യം ആരെടുത്തതൊക്കെ ഉറപ്പിക്കാമോ അല്ലെ? ഉണ്ട്. അപ്പൊ ഉറച്ചോളൂ. ആണോ ലെറ്റർ ആണോ എന്നുള്ളത് ലെറ്റർ വരണം. തീർച്ചയായിട്ടും. 2 അക്കാവുമ്പോ ഇപ്പുറത്തി കൂടെ വെക്കണം. ഉറച്ചുണ്ടോ? ചിലപ്പോ ഉറച്ചു നോക്കിയോ? ചിലപ്പോ വന്നേക്കാം. ഇല്ല, ഒരു പൂജ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ കിട്ടിയിരിക്കുന്നത് 50 രൂപ പറഞ്ഞതിന്റെ ആവശ്യം കാണുന്നില്ലല്ലോ. സോ 50 + 20 70. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിയുന്ന സമയത്ത് അല്ലെ ശരിക്കും ഉത്തരങ്ങൾ ശരിയായിരുന്നു, ഭാഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എക്സ്പെക്ടേഷൻ വലുതായിട്ട് കിടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ വലിയ വലിയ അക്കങ്ങൾ ഇനിയും വരട്ടെ. അടുത്ത റൗണ്ടുകൾ കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിനുള്ള കാരണക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്.
യെസ് വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് 70 റുപ്പിയിൽ നിന്ന് ഇനി അടുത്ത റൗണ്ടിലോട്ട് അല്ലെ ഇനി ഒരു 1.5 വരെ കൂടെ വരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് രണ്ടുപേരും കൂടെ. സെക്കൻഡ് റൗണ്ടിലെ നിങ്ങൾ രണ്ടുപേരിലെ ഒരാൾ നിൽക്കുന്നതിൻ്റെ അടുത്തായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്, റൊട്ടേറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ ആ മൂവിയുടെ ഡയലോഗ് ആയിരിക്കും ഇവിടെ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾ വായിക്കുക. ആ ഡയലോഗില് മൂവി ഗസ് ചെയ്യണം. ഗസ് ദ മൂവി റൗണ്ട് ആണ്. റെഡി? ഓക്കെ അല്ലേ? സോ ആരാ ഫസ്റ്റ് വരുന്നത് എന്നുള്ളത് തീരുമാനിക്കാം. വർഷ. സോ വർഷ വരുന്നതിന് മുമ്പ് അവിടെ തന്നെ നിന്നോളൂ. സോ കാർഡ് വേണ്ടേ? ഒന്നാമത്തെ വേണ്ട, ഒന്ന് എനിക്ക് രാശിയില്ലാത്ത നമ്പർ. ഫസ്റ്റ് വിശ്വാസമില്ലേ? അതെ, ഫസ്റ്റിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഓക്കെ, സോ വർഷയാണ് എൻ്റെ അടുത്തോട്ട് വരാനുള്ളത്. അപ്പൊ വന്നോളൂ. മൂവി ഡയലോഗ് കൂടെ റെഡിയാണ്. സോ ഉള്ളിലത്തെ ആക്ടർക്ക് പുറത്തോട്ട് വരാനുള്ള സമയം കൂടിയാണ്. റെഡി? വേണമെങ്കിൽ ആ ഡയലോഗ് വേണമെങ്കിൽ വോയിസ് മോഡുലേഷനിലൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. ഓക്കെ, പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ടൈം കൂടെ നോക്കണം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ പിഴച്ചുപോയി. എന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെയായി. ഇന്നാ ഈ പൊന്നു മുഴുവൻ കയ്യിലും കഴുത്തിലും ഇട്ട് ഈ പുടയും ചുറ്റി വാ. ആ നല്ല മഴ. അത്തിപ്പെട്ട ഇടവഴിയിൽ വെച്ച് നീ ശ്രീഹരിക്ക് മുത്തം കൊടുത്തപ്പോഴും ഇതുപോലെ മഴയായിരുന്നു. എനിക്ക് വേണ്ടി പെയ്യുന്ന മഴ. ലാലേട്ടന്റെ ചന്ദ്രോത്സവം സിനിമ ഉണ്ടോ? ഉറപ്പാണോ? റൈറ്റ് ആൻസർ ആണ്. ചന്ദ്രോത്സവം. അതെ, ചിറക്കൽ ശ്രീഹരി. അതിൽ എനിക്ക് മനസ്സിലാവാത്തത് കിട്ടണ്ടെന്ന് വിചാരിച്ചാണ്. അതിൽ ഫസ്റ്റ് ലൈൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടണം. അത് വായിച്ചിട്ടില്ല. അത് വായിച്ച് പെറ്റ തള്ള പറഞ്ഞു രാമൻ എനിക്ക് ഭ്രാന്താണ്. അതില്ല, അറിയത്തില്ല. അറിയാം. അതാണ് ഏറ്റവും ഇത്. അതിലാണ് പെട്ടെന്ന് പറയാതെ വിചാരിച്ചു. ഞാൻ ശ്രീഹരിയിൽ എത്തിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ. ബുദ്ധിപരമായി നീക്കായിരുന്നു. റൈറ്റ് ആൻസർ ആയിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ ഇതോടെ വെച്ചോളൂ. കാർഡ് സ്ക്രാച്ച് ചെയ്യണ്ടേ? പോക്കട്ടെ. അത് കാർഡ് സെലക്ട് ചെയ്യുമ്പോ ആലോചിക്കണം. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് സ്ക്രാച്ച് ചെയ്യണേ. പിന്നല്ലാതെ പൈസ ഇടുന്ന പരിപാടിയില്ലേ, ചുമ്മാ കളയാൻ പറ്റും. 3 ഓക്കെ ആണോ? ഉറപ്പിച്ചോ? ഇനി കുറച്ച് ഇൻട്രസ്റ്റ് വരും അല്ലേ? സോ ഫൈനലി അല്ലേ 750 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞല്ലോ, അപ്പൊ പകുതി തന്നോളൂ. യെസ്, അപ്പൊ എന്തായാലും ഓൾറെഡി 70 ഉണ്ടായിരുന്നു. സോ 750 പ്ലസ് 70 820 ആണ്. അപ്പൊ കൊള്ളാം അല്ലേ? അടിച്ചിട്ടുണ്ട്, ട്രാക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം വെച്ചോളൂ. അപ്പൊ ഈ റൗണ്ടിൽ നമ്മൾ തിരിച്ചു പിടിക്കുന്ന പറഞ്ഞത് കറക്റ്റ് അതുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി യുവർ ടേൺ. നമുക്ക് നോക്കണ്ടേ? പോണ്ടേ? പോണം. പൈസ മൊത്തം പോകരുത്. റെഡി? സോ പ്ലീസ് വാ. അത് തരില്ലേ? അത് തരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നോളൂ. കാർഡ് ഞാൻ ഇവിടെ കൊടുത്തോളാം. ഞാൻ നോക്കിയെടുത്ത കൊടുക്കട്ടെ? പക്ഷെ 5 കൊടുക്കേ. ഓക്കെ, യെസ്, ഉറപ്പിച്ചു. ലാസ്റ്റ് വിളിച്ചു. ഇവിടെ ഫസ്റ്റ് ആണ് രാശിയിലെന്ന് പറഞ്ഞായിരുന്നേ, പക്ഷെ ലാസ്റ്റ് വിളിച്ചിട്ടുണ്ട്. മലയാള സിനിമ അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗ് കൂടിയാണ്. വായിച്ചു തുടങ്ങിയത് അഭിനയിക്കണേ. അതെ, ആക്ടിംഗ് ആണ്. പറഞ്ഞ വഴിക്ക് തുടങ്ങാൻ പാടുള്ളൂ. സോ 1 മിനിറ്റ് സമയമുണ്ട്. 60 സെക്കൻഡ്സിൽ വന്നാൽ മതി. റെഡി? സോ ഗൈസ്, നിങ്ങൾ റെഡി ആണോ? സോ 3, 2, 1 ഹിയർ വി ഗോ. ഈ വക്കച്ചന്റെ കയ്യിൽ നീ ഇത് കണ്ടടാ. നീ കൊന്നതിന്റെ 4 ഇരട്ടി കൊല്ലിച്ചിട്ടുണ്ടടാ ഈ വക്കച്ചൻ. കൊന്നിട്ടുണ്ടടാ. ഈ ഗണ്ണ് കണ്ടിട്ടുണ്ടടാ. ഗണ്ണ് ഇവിടെ ലാഹേല് വക്കച്ചൻ. പറയടി ആരെന്ന്? അല്ല, ആ പേര് ഇതിനകത്തുണ്ട്. പ്രജ മൂവി. അതൊക്കെ പൊട്ടു സെക്കൻഡ്. ആരെടുത്ത പറകിയാണോ? ആണോ? അല്ല, അതാണോ ചോദിച്ചത്? നിൽക്കാൻ പറ്റിയില്ല. ഉത്തരം ശരിയായിരുന്നു, പക്ഷെ ഇമിറ്റേഷൻ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് പരിപാടി യെസ്. അപ്പൊ എന്തായാലും ഇത് അവിടെ കിട്ടണമായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും റൈറ്റ് ആൻസർ ആണ്. സോ രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ സെക്ഷനിലും റൈറ്റ് ആൻസർ ആയിട്ടുണ്ട്. ആ ഭാഗ്യം ആ കാർഡിലുണ്ടോ കൂടി നോക്കണം. ഈ കാർഡ് ഇവിടെ വെച്ചോ. എന്നെ ഫർഗീസിനെ പ്രത്യേകം ഓൾറെഡി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വലിയ അക്കാണ്. ദക്ഷിണ അതുപോലെ 750 രൂപ. വിഷുവിന് കൈനീട്ടം പോലും വലിയ ഭാഗ്യമാണ്. ആൻഡ് ഫൈനലി കിട്ടിയിരിക്കുന്നു 1 റുപ്പി. ഒരുവിധം ആ പാവം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വർഷം അങ്ങനെ കേറ്റി ഒരു 820 വരെ എത്തിച്ചേർന്നു. അതിന് അടുത്ത സ്റ്റെപ്പ് 821.
ഇനി കംബാക്കിനാണെന്നുണ്ടെങ്കിലും ഇനി അത് കംബാക്ക് സ്ട്രോങ് ആക്കാനുള്ള ഒരൊറ്റ റൗണ്ട് കൂടിയേ ഉള്ളൂ, ഫൈനൽ റൗണ്ട്. സോ പോയാലോ? റെഡി? യെസ്. അപ്പൊ എന്തായാലും 1000 തയ്ക്കണം. ഇതുവരെ നിങ്ങള് ചോദ്യങ്ങൾക്ക് ഉത്തരമായിരുന്നു. അറിവിന്റെ ഒപ്പം ഭാഗ്യം കൂടി പരീക്ഷിച്ചു. ഭാഗ്യക്കേടൊക്കെ അതിൽ വന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ എന്തായാലും ഭംഗിയായിട്ട് 2 കലാകാരന്മാരെ നമുക്കറിയാം. അപ്പോൾ ആ കലാകാരിക്ക് ഉള്ളിലെ ഒരു കലയെ തിരിച്ചറിയാനുള്ള സമയം കൂടിയാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ സമയം കൂടി. റെഡി? അപ്പൊ എന്തായാലും ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി കൂടി വരാനുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ടൊരു ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ 2 റൗണ്ട് പൂർത്തീകരിച്ച് അല്ലെ? എത്ര രൂപ? 821 അല്ലെ? 821 നേടിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് അത് 4 അക്കത്തിലേക്കും 5 അക്കത്തിലേക്കും ഒക്കെ പോകാനുള്ള അവസരങ്ങളുണ്ട്. റെഡി? സോ പോയാലോ? തീർച്ചയായിട്ടും ഇവിടെ കാണുമ്പോൾ ഒരു ബോർഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്, പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ മറ്റൊരു കലയെ പുറത്തോട്ട് എടുക്കാനുള്ള സമയം കൂടിയാണ്. സോ നമുക്ക് വരുന്നത് തീർച്ചയായിട്ടും മൂവി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ മൂവി ടൈറ്റിൽ ആയിരിക്കും, സിനിമയുടെ പേര് ഇതിലുണ്ടായിരിക്കും. ആ പേരിനെ വാക്കാലോ സംസാരത്തിലോ ഒന്നും വരാതെ വരകൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ? 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് ആണ് സമയം. ആരാണ് വരുന്നേക്കാൾ മുമ്പ് ഓൾറെഡി കാർഡ് ഞാൻ വന്ന് തരട്ടെ? ഓക്കെ, സെലക്ട് ചെയ്തോളൂ. ഇടയിന്നൊക്കെ എടുത്ത് എന്നെ കാണുന്നുണ്ട്. ഓക്കെ, ഇതിற்கு ഫസ്റ്റ് വിശ്വാസമില്ലാതൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ കാർഡ് അവിടെ റെഡിയാണ്. ആരാണ് ആദ്യം വരാൻ പോകുന്നത്? ആണോ? ഇവിടെ വന്നോളൂ. ആൻഡ് പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്, ഇത് കയ്യിൽ വെച്ചോളൂ. റെഡി? ഓക്കെ, യെസ്, അയച്ചോളൂ. ഭയങ്കര സിമ്പിൾ ആണ്, എക്സ്പ്രഷനിൽ കണ്ടില്ലേ? റെഡി? സോ ഞാൻ ഇനി അങ്ങോട്ട് പോകും. സോ നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോ വരച്ചു തുടങ്ങണം. റെഡി? ഓക്കെ, അതെ, അങ്ങനെയില്ല, ഇങ്ങനെ തെറ്റിയുള്ളൂ. അപ്പൊ എന്തായാലും ബോർഡ് റെഡിയാണ്. സോ മെല്ലെ വരച്ചു തുടങ്ങിക്കോളൂ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റോഡ്, കോഴി. അല്ല, ഞാൻ വാലൊക്കെ കണ്ടപ്പോ വിചാരിച്ചു. ഓക്കെ, ഇതെന്താ സംഭവം? ഇത് സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റോഡും ആകാശവും രാത്രി ദൃശ്യം. ഓക്കെ, റോഡ് മൂവി ഏതെങ്കിലാണോ? ആലോചിക്കേ. ട്രാഫിക് ഒന്നും അല്ലല്ലോ. അതെന്തോന്നു? ഫ്ലാഗ് ഓഫ്. മറ്റേത് ആമ. ഓക്കെ, ആമയുടെ അവസ്ഥ. ഓക്കെ, അപ്പുറത്തുള്ളതോ? ഇത് മുയലാണോ? ആമി മോയിലൊരു സിനിമ ഉണ്ടോ? ഉണ്ടോ? ഉറപ്പാണെങ്കിൽ റോഡ് സെക്രട്ടേറിയറ്റിലെ ധർണയ്ക്ക് പോകണം. അതൊക്കെ വിടാതെ അത് നല്ല മാച്ചേ വരച്ച മാത്രം പോരല്ലോ. അപ്പൊ സ്ക്രാച്ച് ചെയ്തോ. അക്കങ്ങളാണോ അതോ നോക്കാം. ഉറപ്പാണോ? ഒന്നുകൂടി ഉറച്ചിക്കേ. ഒന്നുകൂടി ഉറപ്പിച്ച ലാസ്റ്റ് തപ്പ് കൂടിയാണോ? അതെ, ആണെന്നുണ്ടെങ്കിൽ ഡബിൾ അപ്പ് ആണ്. റൗണ്ടിൽ ഫൈനലി ഡബിൾ അപ്പ് ആയിരിക്കുകയാണ്. സോ ഓൾറെഡി കഴിഞ്ഞ റൗണ്ടിൽ 1 രൂപ കിട്ടേണ്ട വിഷമം കൂടി ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ 821 ആയിരുന്നു. അപ്പൊ ഡബിൾ അപ്പ് ആണ്. എപ്പത്തെ ആവശ്യം ആ ക്ലാസ് ഞാൻ പോയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും 800,642 രൂപ കിട്ടിയിരിക്കുകയാണ്. യെസ്, സൂപ്പർ. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇപ്പൊ ഹാപ്പി ആയല്ലോ. ഓൾറെഡി 1 രൂപ കിട്ടിയതിന്റെ വിഷമം ഡബിൾ അപ്പ് അടിച്ചിട്ട് അത് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷെ പോകുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. ഏകദേശം 1 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഒരു 45 സെക്കൻഡ്സ് ആവുമ്പോഴേക്കും ഓൾറെഡി ഇവിടെ അത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടേൺ ഹൗസിന്റെ ആണ്. വരച്ച് ഫലിപ്പിക്കണം. ആമി മോലൊക്കെ നമ്മൾ കണ്ടുല്ലോ. റെഡി? സോ അതിന് മുമ്പായിട്ട് കാർഡ് തരട്ടെ. വീണ്ടും ഫസ്റ്റ് കിട്ടിയോണ്ടുള്ള എന്റെ തന്നെയാണോ വീണ്ടും ഫസ്റ്റ് എടുത്തത്? ഭാഗ്യം തുടക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വർഷം അവിടെ നിന്നോളൂ. ആദർശം ഇങ്ങോട്ട് പോന്നോളൂ. അങ്ങനെ പലതരം പരകായ പ്രവേശനങ്ങൾ കണ്ടിട്ടുണ്ട് ആദർശിന്റെ. ഇനി അത് വരയിലോടുകൂടി കാണാൻ പോവാണ്. സോ സ്കൂളിലും നിനക്ക് തീർക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. രവി വർമ്മയാവും. അതെ, ഇതൊക്കെ ഞാൻ എങ്ങനെയാണോ വരകളാ?
ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് അല്ലേ? ഇത് അതെ, ഇത് ഏതർത്ഥത്തിൽ സിമ്പിള്? അത് വരച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവാൻ പറ്റും. So 3, 2, 1, here we go. അയ്യ, ഇത് എന്നെക്കാളും വൃത്തിയുടെ പടം. ഇതാണോ? ഓക്കെ, ആ ഇത് ഏത് നേരത്തെ റോഡ് ഇത് ഇപ്പുറത്ത് വെച്ചുള്ളത് എന്താ? ഏത്? ഇനി ഇതിനപ്പുറം എനിക്കിനി വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പകുതി സമയം already കഴിഞ്ഞിട്ടുണ്ട്. രോമാഞ്ചം. ആവശ്യമുള്ളതോ? രോമാഞ്ചം. ആവശ്യമുള്ളതാണോ രോമാഞ്ചം? അതെ, രോമാഞ്ചം. അതാണ്ടാ. ആൾക്ക് രോമാഞ്ചം വന്നിങ്ങനെ നിൽക്കണം. ഇത് മറ്റേ മരത്തിനൊക്കെ ചില്ല എടുത്തില്ലേ, അതാണ് വരച്ച് വെച്ചേക്കുന്നത്. രോമാഞ്ചം റൈറ്റ് ആൻസർ ആണ്. 45 സെക്കൻഡ്സിൽ തന്നെ അവിടെ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഇതിലാണ് മിൽക്ക് കിട്ടാനും അതുപോലെ തന്നെ പോവാനും ചാൻസ് ഉള്ളത്. റെഡി? സോ യാ, അക്കം കൂടുന്നുണ്ടോ? Yes. ഉണ്ട്, ഉണ്ട്, കൂടുന്നുണ്ട്. നാലക്കായി. ഇവളെ കൊണ്ട് ലോട്ടറി അടിപ്പിക്കാം. ഇനി ഒരു കോടി തരാന്ന് പറഞ്ഞാൽ നീ എടുക്കരുത്. നീ അത് വരയ്ക്കണ്ട കളിയാ, ചിലപ്പോൾ ഉള്ളത് കൊടുക്കും. ഞാൻ വരയ്ക്കുമ്പോ എല്ലാം ഈ നമ്പർ കീറി പോണത്. നമ്പർ പോയിട്ട് ഈ ആ വന്നതിന്റെ സന്തോഷത്തോടെ കാണിക്കണം. അറിയണം എത്രയാ? 2K. 2000. അപ്പൊ ഓൾറെഡി ഡബിൾ അപ്പ് അടിച്ചതിലൂടെ തന്നെ 1642 ആയിട്ടുണ്ടായിരുന്നു. സോ പ്ലസ് 2K സോഫ അല്ലെ, ടോട്ടലി 3642 രൂപ. യെസ്. അപ്പൊ എന്തായാലും കിട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് 3642 രൂപയാണെങ്കിൽ പോലും അല്ലെ, ഇതിനൊപ്പം തന്നെ കുറച്ചധികം കിടിലൻ ഗിഫ്റ്റ്സ് കൂടെ നിങ്ങൾക്ക് അതിന്റെ ഒപ്പം കിട്ടാനുണ്ട്. സോ സൂര്യകോമഡി സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ വരാനുണ്ട്. പക്ഷേ കിട്ടണമെങ്കിൽ എന്ത് വേണം, നിങ്ങളുടെ ഉള്ളിൽ ഒരു കലയും കൂടി പുറത്തു വരാനുള്ള സമയം കൂടിയാണ്. രണ്ടുപേരും അസാധ്യമായിട്ട് കോണ്ടന്റ് ക്രിയേഷന്റെ ഒപ്പം തന്നെ ഭംഗിയായിട്ട് പാടുന്ന മൂളെന്നൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ സിംഗേഴ്സ് ആണെന്ന് അറിയാം. അപ്പൊ ഒരു പാട്ടായാലോ? രണ്ടായിട്ട് പാടിയപ്പോലെ. അങ്ങനെയാണോ? അങ്ങനെയാവാം. മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா, ഉരുകിയതേ எனதுள்ளம், പെരുകിയതേ വിഴിവെള്ളം, വിണ്ണോടും നീതാൻ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ. ആ മലകളെ മലകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா. അപ്പൊ ആദർശിന്റെ മലറുകൾക്ക് വർഷയ്ക്കുള്ള മറുപടി എന്താന്നുള്ളത് കേൾക്കാം. മഞ്ഞു മഴക്കാറ്റ് കുഞ്ഞുമോളം കൂട്ട് രണ്ടിളം പൈങ്കിളികൾ, മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞു മെല്ലെ അവരിന്നും പറന്നിറങ്ങും. ചെമ്മരിയാടുള്ള മലഞ്ചെരിവൽ നല്ല ചെമ്പകം മണക്കുന്ന താഴ്വരയിൽ അമ്മ മനമുരുകും ചെല്ല മനമുറങ്ങും താലിപ്പിലി താരാട്ട്. പാട്ടൊക്കെ വന്നപ്പോ കാറ്റൊക്കെ വന്ന് അല്ലെ, ഇങ്ങോട്ട് കാലാവസ്ഥ വരെ മാറിയുന്നതാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചധികം സ്പെഷ്യൽ ഗിഫ്റ്റ്സോടെ ഈ ഒരു സമയം തരുവാണ്. റെഡി? യെസ്. ഫസ്റ്റ് ഗിഫ്റ്റ് റെഡിയാണ്. നാസ് കോസ്മെറ്റിക്സ് കാലിക്കറ്റിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ആൻഡ് ആരോഗ്യമായിട്ടുള്ള ജീവിതത്തിന് ശുദ്ധമായിട്ടുള്ള കറി പൗഡറുകൾ, ഗൗരി ഗായത്രി കറി പൗഡറിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ആൻഡ് കലർപ്പില്ലാത്ത തനി നാടൻ രുചിക്കൂട്ടുകൾക്ക് KM ടേസ്റ്റി പ്ലസിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ് അവൈലബിൾ ഓൺ ഓൾ കേരള ലീഡിംഗ് സ്റ്റോഴ്സ്. സോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആൻഡ് ഫൈനലി തികച്ചും യാതൊരുവിധ കെമിക്കൽസും യൂസ് ചെയ്യാത്ത നിസാമ ഫ്രൂട്ട്സിന്റെ പാഷൻ ഫ്രൂട്ടിന്റെ സിറപ്പാണ്. അപ്പോൾ ശീതീകരിച്ച് ഏറ്റവും സ്പെഷ്യൽ ഇത് കൂടി നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ് രണ്ടുപേർക്കും. അപ്പോൾ ഇനിയും പോയി വഴികളിലൊക്കെ അല്ലേ വീണ്ടും കണ്ടുമുട്ടട്ടെ.
കണ്ടുപിട്ടാ നമുക്കും പറ്റട്ടെ. നമുക്ക് പറ്റട്ടെ വീണ്ടും. അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു ഗെയിം ഷോ നമ്മൾ കണ്ടു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊക്കെ ഭാഗ്യമുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ നമ്മുടെ അറിവും എത്രത്തോളം ഉണ്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സമന്വയിക്കുന്ന ഒരു വേദി കൂടിയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും സമ്മാനങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതുവരേക്കും